ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എലീസ പഠിച്ചു. ടൈം ഇപ്പോൾ രാത്രി 12 AM ആണ്. ഇപ്പോൾ രാവിലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈം കിട്ടിയത്. അപ്പോഴാണ് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തുടങ്ങി വെക്കാം. എന്തായാലും ഞാൻ പ്രോമിസ് തരുവാണ്, കംപ്ലീറ്റ് മൈക്രോബയോളജി ലെക്ചേഴ്സ് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. അതായത് പല ഡിസീസ് കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ പല ഡിസീസ് കണ്ടീഷനിലും പല പല മൈക്രോ ഓർഗാനിസം ആയിരിക്കുമല്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ പല പല ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത്രയാണ് ഈ ഒരു പോർഷനിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഇൻ വിട്രോ ആർ നോൺ ആസ് സെറോളോജിക്കൽ ടെസ്റ്റ്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടടാ. ഏതൊക്കെയാണെന്നറിയോ? ഇൻ വിവോ എന്ന് പറയുമ്പോൾ ഉള്ളിൽ ചെയ്യുന്നത്, പിന്നെ ഇൻ വിട്രോ എന്ന് പറയുന്നത് എന്താണ്? പുറത്ത് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷനെയാണ് നമ്മൾ സെറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുമില്ലടാ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമെ ഒരു ബാക്ടീരിയനെയോ വൈറസിനെയോ നമ്മൾ എടുത്തു, ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു സെറം നമ്മൾ എടുത്തു, നമ്മൾ എലീസയിലൊക്കെ പഠിച്ചില്ല. അങ്ങനെ സെറം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആൻറ്റിബോഡി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ തമ്മിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. ആഡ് ചെയ്തില്ലെങ്കിലും അവിടെ ഒരു റിയാക്ഷൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നടന്നിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അതിനെയാണ് നമ്മൾ സെറോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ യൂസസ് ഇൻ ബോഡി ഓർ ഇൻ വിവോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, വിവോ എന്ന് പറയുന്നത് ഇൻസൈഡും വിട്രോ എന്ന് പറയുന്നത് എന്താണ്? പുറത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഫോംസ് ദ ബേസിസ് ഓഫ് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരു ആൻറ്റിജൻ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി, അതായത് WBC ആണ് മെയിനായിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. ഇതിനെതിരെയായിട്ട് എന്താണ്? ഒരു ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇങ്ങനെ ഡിഫൻസ് മെക്കാനിസം ചെയ്യുമ്പോൾ ആ ഒരു ഫെർദർ ആൻറ്റിജൻ്റെ സ്പ്രെഡ് എന്താണ്? പ്രിവെൻറ്റ് ചെയ്യും. ചിലതിന് എന്താണ്? ഫാഗോസൈറ്റോസിസ്, അതായത് സെല്ലീറ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനെ നശിപ്പിച്ച് കൊന്നുകളയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. ചില ടൈമിൽ അതൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ നഖമൊക്കെ കടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ബോഡിയിൽ പല പല ബാക്ടീരിയാസും നമ്മുടെ ബോഡിയിൽ കയറുന്നുണ്ടായിരിക്കും. ഈ ഒരു ആൻറ്റിബോഡി റിയാക്ഷൻ വഴി ഫാഗോസൈറ്റോസിസ്, മാക്രോഫേജസ് ഒക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കലി അവിടെ ഡിസീസ് കണ്ടീഷൻ നമുക്ക് വരാണ്ടിരിക്കും. നമ്മുടെ ഇമ്മ്യൂൺ ഡിഫൻസ് അനുസരിച്ച് പലർക്കും പല രീതിയിലായിരിക്കും ആ ഒരു ഇമ്മ്യൂണിറ്റി വർക്കാവുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് മേ ലീഡ് ടു ടിഷ്യൂ ഇഞ്ചുറി ഇൻ സം ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പം നമുക്കറിയാം, ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ വേറൊരു പേരാണ് അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനെതിരായിട്ട് ഒരു അലർജി വരും. ഇത് പെട്ടെന്നല്ല ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു ഫുഡ് കഴിച്ചു, അപ്പോൾ നമുക്ക് അതിനെതിരായിട്ട് ചെറിയൊരു അലർജി ഉണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവും. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ല് അറിയാണ്ട് തന്നെ ആക്സിഡൻ്റലി നമ്മുടെ സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അപ്പം ചില ടൈമിൽ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? ഇഞ്ചുറീസ് ആണ്. ചില ടൈമിൽ ആക്സിഡൻ്റലി നമ്മുടെ സെല്ലിനെ തന്നെ അത് അറ്റാക്ക് ചെയ്യും. ഓവറായിട്ട് ചില ടൈമിൽ ഈ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂസിൽ ഇഞ്ചുറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? വേറെ ഒന്നുമില്ല, ഓവറായിട്ട് നടന്നാലും പ്രശ്നമാണ്. ഒരു മിനിമൽ ആയിട്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇൻ ദ ലാബോറട്ടറി, നമ്മൾ ലാബിലൊക്കെ ഇങ്ങനെ കൾച്ചേഴ്സ് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ടല്ലോടാ, സ്റ്റെയിനിങ്, അതൊക്കെ നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന മെത്തേഡ്, അല്ലെങ്കിൽ വിട്രോ എന്ന് പറയും. ഫോർ ഡയഗ്നോസിസ് ഓഫ് ഇൻഫെക്ഷൻ, എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഒരു ഏജന്റ് എന്ത് വഴിയാണ് നമുക്കത് ഉണ്ടായത്, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വഴിയാണ് അത് ഉണ്ടായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കൂലോ. പിന്നെ ഹെൽപ്ഫുൾ ഇൻ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ്, എന്ത് രീതിയിലാണ് ഇപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ അറ്റ് എ ടൈമിൽ ഒരു ഇൻഫെക്ഷൻ വന്നു, അപ്പം നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് നോൺ ഇൻഫെക്ഷ്യസ് ഏജൻറ്റ് സച്ച് ആസ് എൻസൈം, നമുക്ക് നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസ്, അതായത് എന്തെങ്കിലും എൻസൈംസ്, അതിൻ്റെയൊക്കെ ഒരു ഉത്ഭവം ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഡിറ്റക്ഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഐദർ ആൻറ്റിജൻ ഓർ ആൻറ്റിബോഡി, നമ്മൾ എലീസ പഠിച്ചപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഇത് നല്ലോണം മനസ്സിലാവും. കാരണം സാൻഡ്വിച്ച് എലീസയിൽ ആൻറ്റിജൻ കണ്ടുപിടിക്കുമായിരുന്നു.
അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എലീസയിൽ നമുക്ക് എന്താണ് ആന്റിബോഡി ആയിരുന്നു. പിന്നെ മറ്റതിൽ എന്താണ് നമുക്ക് അറ്റ് എ ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റും, സിലിണ്ടർ ഓഫ് കാസറ്റ് എലീസ. അതാണ് ഇതിന്റെ യൂസ്. അപ്പൊ നമുക്ക് ബോഡിയുടെ ഉള്ളിലും പുറത്തുമുള്ള യൂസ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ വിത്ത് ദെയർ യൂസസ്. അപ്പൊ അത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിയാക്ഷൻ ഇസ് സ്പെസിഫിക്. ആൻ ആന്റിജൻ കമ്പൈൻ ഒൺലി വിത്ത് ഇറ്റ് ഹോമോലോഗസ് ആന്റിബോഡി, ഹവർ ക്രോസ് റിയാക്ഷൻ ഡ്യൂ ടു ആന്റിജൻ സിമിലാരിറ്റി. എടാ, ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിജൻ എന്ന് പറയുന്നതും ആന്റിബോഡി എന്ന് പറയുന്നതും അവിടെ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണം. അതായത് ഇപ്പോ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു പാത്തജൻ നമ്മുടെ ബോഡി കയറി. അപ്പോ എന്താ പറയാ, അതിന്റെ ആന്റിബോഡി മാത്രമാണ് അത് ക്രിയേറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ വേറൊരു ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, സ്പെസിഫിക് ആണ്, അത്രേ ഉള്ളൂ. അതായത് അതിനെതിരെയായിട്ടുള്ള ആന്റിബോഡിയാണ് ഉണ്ടാക്കുള്ളൂ. ചില ടൈമിൽ ചിലത് സിമിലർ ആയിട്ട് തോന്നും. സിമിലർ ആയിട്ട്, അതായത് ഇപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് പോലെ തന്നെ വേറെ ഒരെണ്ണത്തിന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിഡന്റലി ചിലപ്പോൾ തെറ്റുപറ്റും. നമ്മുടെ ബോഡിക്കും തെറ്റുപറ്റൂടാ, എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കില്ലോ. അതുപോലെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, entire molecules of antigen and antibody react and not the fragments. അതായത് ഫ്രാഗ്മെന്റ് കുഞ്ഞു കുഞ്ഞു പോർഷൻ ആയിട്ടല്ല അത് റിയാക്ട് ചെയ്യുന്നത്, ആസ് എ ഹോൾ ആയിട്ടാണ് അത് റിയാക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, only the surface antigen participate in the antigen antibody reaction. ഇവിടെ എന്താണ്, ഫോറിൻ ബോഡിനെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. സർഫസ് ആന്റിജൻ മാത്രമാണ് ഈ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. റിയാക്ഷൻ ഇൻ ഫൈൻ ബട്ട് റിവേഴ്സിബിൾ ഡിപ്പെൻഡ്സ് ഓൺ അഫിനിറ്റി ആൻഡ് അവിഡിറ്റി. അഫിനിറ്റി എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് അട്രാക്ഷൻ ആൻഡ് അവിഡിറ്റി എന്ന് പറയുന്നത് ബൈൻഡിങ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, റിയാക്ഷൻ ഇസ് ഫൈൻ റിവേഴ്സിബിൾ ഡിപ്പെൻഡ്സ് ഓൺ ഇന്റൻസിറ്റി ആൻഡ് ബൈൻഡിങ് സ്ട്രെങ്ത്. ഇത് റിവേഴ്സിബിൾ ആണ് ഈ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ, അത്രയും നോക്കിയാൽ മതി. ഓക്കെ, ആന്റിജൻ ആൻഡ് ആന്റിബോഡി ഓക്കെ IgM may have 5 or more combining sites. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആന്റിജൻ ആന്റിബോഡിയിൽ നമുക്കറിയാം നമ്മൾ ഇമ്മ്യൂണോഗ്ലോബുലൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബൈൻഡിങ് സൈൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ IgM ഇമ്മ്യൂണോഗ്ലോബുലിന് ഏകദേശം 5 അല്ലെങ്കിൽ 5 കൂടുതൽ കമ്പൈനിങ് സൈറ്റ് ഉണ്ട്. അതായത് ആന്റിജനും ആന്റിബോഡിയും കമ്പൈൻ ചെയ്യാനുള്ളൊരു സൈറ്റ്. ഓക്കെ, ഇനി അതിന്റെ സ്റ്റേജസ് ആണ്. നമുക്ക് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. പ്രൈമറി സ്റ്റേജ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്, സെക്കൻഡറി സ്റ്റേജസ് ആണ്. ഓക്കെ, പ്രൈമറി സ്റ്റേജ് ഉണ്ട്, സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്. നമ്മൾ ഇത്രയേ ഉള്ളൂ ഇവിടെ പഠിക്കാൻ ഇന്ന്. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷന്റെ സ്റ്റേജ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി സ്റ്റേജ് ആണ്. ദി ഇനീഷ്യൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ആന്റിജൻ ആൻഡ് ആന്റിബോഡി ഈസ് റാപ്പിഡ് വിത്തൗട്ട് എനി വിസിബിൾ എഫക്ട്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ബോഡിയിൽ ഒരു ആന്റിജൻ കയറി, അപ്പൊ തന്നെ എന്താണ്, അത് റാപ്പിഡ് ആയിട്ട് അവിടെ എന്താണ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. ഓക്കെ, പിന്നെ ഇത് റിവേഴ്സിബിൾ ആണ്, അത്രയും ഓർക്കുക. പിന്നെ ഇവിടെ കോവലന്റ് ബോണ്ടിങ് ആയിരിക്കില്ല, വാണ്ടർവാൾസ് ബോണ്ടിങ് ആണ്. അതൊന്നും ഓർത്തിരിക്കില്ല നമ്മൾ, ഉറപ്പായിട്ടും. നമ്മൾ കെമിസ്ട്രി അല്ലല്ലോ ഇവിടെ പഠിക്കുന്നത്, ബയോകെമിസ്ട്രി ഒക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ സെക്കൻഡ് സെമ്മിൽ പണ്ടേ വിട്ടതാണ്. ഇപ്പൊ നമ്മൾ തേർഡ് സെം ആണല്ലോ. ഓക്കെ, ഇനി സെക്കൻഡറി സ്റ്റേജ്, ഇത് എല്ലായിടത്തും ഉണ്ടാവാൻ വഴിയില്ല, നോട്ട് ഇത് വിസിബിൾ എഫക്റ്റ് ആണ്. ഇവിടെ പ്രസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ, ന്യൂട്രലൈസേഷൻ, ഇമ്മൊബിലൈസേഷൻ ഓഫ് മോട്ടൈൽ ഓർഗാനിസം. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും പഠിക്കാനുണ്ടടാ. പ്രസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ, കോംപ്ലിമെന്റ് ആക്ഷൻ ഒക്കെ. അപ്പൊ ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ആ ഒരു റിയാക്ഷൻ നടന്നു എന്നൊക്കെയാണ്, അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ. ഓക്കെ, ആന്റിബോഡി ഇൻവോൾവ് ഇൻ അഗ്ലൂട്ടിനേഷൻ കോൾഡ് അഗ്ലൂട്ടിനിൻ. അതായത് അഗ്ലൂട്ടിനേഷന് വിധേയമായ ആന്റിബോഡിനെ നമ്മൾ അഗ്ലൂട്ടിനിൻ എന്ന് പറയും. ആൻഡ് ആ ആന്റിജനെ നമ്മൾ അഗ്ലൂട്ടിനോജൻ എന്ന് പറയും. ഇനി പ്രസിപ്പിറ്റേഷന് വിധേയമായ ആ ഒരു ആന്റിബോഡിനെ നമ്മൾ പ്രസിപ്പിറ്റിൻ, പിന്നെ ആ ഒരു ആന്റിജനെ പ്രസിപ്പിറ്റിനോജൻ എന്ന് നമ്മൾ പറയും. ഇതൊന്നുമില്ലടാ, നമ്മളിത് ലാബിൽ ടെസ്റ്റ് ചെയ്യുവാണ്. ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് എന്തെങ്കിലും പ്രസിപ്പിറ്റേറ്റ്, നമ്മൾ കെമിസ്ട്രിയിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ മേളിൽ ഇങ്ങനെ പത പോലെ പൊന്തി കിടക്കും. ഓക്കെ, ഇനി
സെറോളജിക്കൽ റിയാക്ഷൻ നമ്മൾ IgG, IgM, IgA ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രസിപ്പിറ്റേഷൻ IgGയിൽ എന്താണ് സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ ഒരു പത കാണാൻ പറ്റും. IgMൽ എന്താണ് വീക്കാണ്, IgAയിൽ വേരിയബിൾ ആണ്, ചിലപ്പോൾ മാറ്റം വരും. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് IgGയിൽ സ്ട്രോങ്ങും IgMൽ സ്ട്രോങ്ങും IgAയിൽ മോഡറേറ്റ് ആണ്. കോംപ്ലിമെന്റ് ഫിക്സേഷൻ സ്ട്രോങ്, വീക്ക്, നെഗറ്റീവ്. ഈ പ്രസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് പ്രസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേജസ് ഓഫ് ആന്റിജൻ ആന്റിബോഡി നോക്കി, ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, യൂസസ് നോക്കി. ഓക്കെ, ഇനി ആണ് അസസ്മെന്റ് അല്ലെങ്കിൽ മെഷർമെന്റ്. ഇൻ ടേംസ് ഓഫ് മാസ് ഓർ മോർ കോമൺലി as titer of unit, the antibody titer is highest dilution of serum which shows an observed reaction in the particular antigen antibody reaction. അപ്പോൾ നമുക്കറിയാം ഇവിടെ മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്, ഇൻ ടേംസ് ഓഫ് മാസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആന്റിബോഡി ടയർ ഇസ് ദ ഹയസ്റ്റ് ഡൈല്യൂഷൻ ഓഫ് സെറം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൈല്യൂഷൻ കാണിക്കുന്നതാണ്, നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒന്നുമില്ലടാ, നമുക്ക് കണ്ണും കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ മാസ് വഴിയൊക്കെ നമുക്ക് ഇത് മെഷർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രസിപ്പിറ്റേഷൻ പഠിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഫസ്റ്റ് പ്രസിപ്പിറ്റേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ ഏതൊക്കെയായിരുന്നു? പ്രസിപ്പിറ്റേഷൻ, അഗ്ലൂട്ടിനേഷൻ ആൻഡ് കോംപ്ലിമെന്റ് ഫിക്സേഷൻ. പ്രസിപ്പിറ്റേഷൻ 5 മാർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വെൻ എ സോലുബിൾ ആന്റിജൻ റിയാക്ട്സ് വിത്ത് ഇറ്റ്സ് ആന്റിബോഡി ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്. ഏതാണ്? NaCl ആണ്. അപ്പം നമ്മൾ എന്താ, ഒരു സോലുബിൾ ആന്റിജനും എന്താണ് ആന്റിബോഡി ആയിട്ട് അവരുടെ ആന്റിബോഡി തമ്മിൽ റിയാക്ട് ചെയ്തു. എന്തിന്റെ പ്രസൻസിൽ? NaCl. NaCl എന്താണ്? ഒരു ഇലക്ട്രോലൈറ്റ് ആണ്. At an optimal temperature and pH, the antigen-antibody complex form an insoluble precipitate called precipitation. അതായത് ഇൻസോലുബിൾ ആയിട്ട് നമുക്കൊരു സാധനത്തിന് കിട്ടും, അത് ബോട്ടം ഓഫ് ദ ട്യൂബിലാണ്. അതായത് ഒരു ആന്റിജൻ ആന്റിബോഡി, അതായത് സോലുബിൾ ആന്റിജനും ആന്റിബോഡി NaClന്റെ പ്രസൻസിൽ അവർക്ക് വേണ്ട ഒരു എന്താണ്, അവർക്ക് നല്ലപോലെ ഈ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടി ഒരു ടെമ്പറേച്ചറും pHഉം കൊടുത്തു കഴിയുമ്പോൾ ഒരു ഇൻസോലുബിൾ പാർട്ടിക്കിൾ ബോട്ടത്തിൽ ഇങ്ങനെ പറ്റിക്കിടക്കണതാണ്. അതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഒക്കേഴ്സ് ഇൻ ലിക്വിഡ്, ഓക്കെ, occurs in liquid meds and or injects such as agar, agarose or polyacrylamine or acrylamide. ഓക്കെ, occurs in liquid media. ഇത് എങ്ങനെയാണ്? ലിക്വിഡ് മീഡിയയിലാണ് ഇത് ഉള്ളത്, ലിക്വിഡ് മീഡിയയിലാണ് നടത്തുന്നത്. എലീസ എന്തിലാണ്? സോളിഡ് മീഡിയയിലാണ് നടന്നത്. ഇത് ലിക്വിഡ് മീഡിയ ഓർ ഇൻ ജെൽ സച്ച് ആസ് അഗർ ഓർ അഗ്രോസ്. അപ്പോൾ ഇത് മെയിൻ ആയിട്ടും ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് ഒന്നെങ്കിൽ ലിക്വിഡ് മീഡിയ അല്ലെങ്കിൽ ജെല്ലിലാണ്, അഗർ ജെൽ അല്ലെങ്കിൽ ആക്രൈലമൈഡ് എന്ന് പറയുന്ന ജെൽസിലാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ, അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊന്നെങ്കിൽ ജെല്ലായിരിക്കും, ഏതാണ്, അഗർ അല്ലെങ്കിൽ ആക്രൈലമൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ആണ്. അത് നമ്മൾ സൊല്യൂബിൾ ആയിട്ടുള്ള ആന്റിജൻ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കും. എന്തിന്റെ പ്രസൻസിൽ? ഇലക്ട്രോലൈറ്റ് പ്രസൻസിൽ. ഇവർക്ക് വേണ്ട ഒപ്റ്റിമൽ ആയിട്ടുള്ള, വേണ്ട നല്ലപോലെ നടക്കാനുള്ള ടെമ്പറേച്ചറും pHഉം കൊടുത്തു കഴിയുമ്പോൾ താഴെ ഒരു ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള ഒരു സാധനം കിട്ടും. അതിനെയാണ് പ്രസിപ്പിറ്റേൻ എന്ന് പറയുന്നത്. ഇനിയാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. വെൻ ഇൻസ്റ്റെഡ് ഓഫ് സെഡിമെന്ററി ദ പ്രസിപ്പിറ്റേറ്റ് ഈസ് സസ്പെൻഡഡ് ആസ് ഫ്ലോക്യൂൾസ്, ദ റിയാക്ഷൻ ഈസ് കോൾഡ് ഫ്ലോക്കുലേഷൻ. വെൻ ഇൻസ്റ്റെഡ് ഓഫ് സെഡിമെന്റിങ് ദ പ്രസിപ്പിറ്റേറ്റ് ഈസ് സസ്പെൻഡഡ് ആസ് ഫ്ലോക്യൂൾസ്. അതായത് താഴത്തേക്ക് പൊന്തി കിടക്കാതെ മേളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്ലോക്യൂൾസ്, അവിടെ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, മുകളിൽ പൊങ്ങിക്കിടക്കുന്നു, അതിനെയാണ് നമ്മൾ ഫ്ലോക്യൂൾസ് അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? മോഡിഫൈഡ് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ ആണ്. ഇതിൽ അടുത്തൊരു MCQ ക്വസ്റ്റ്യൻ ആയിരിക്കും. എ സെറോളജിക്കൽ ടെസ്റ്റ് റുട്ടീനി ഡയഗ്നോസിസ് ഓഫ് സിംഫിലിസ് ഈസ് എക്സാമ്പിൾ ഓഫ് ഫ്ലോക്കുലേഷൻ. അതായത് സിംഫിലിസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ റുട്ടീനിൽ അതുണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഫ്ലോക്കുലേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി, ഇതാണ് ഈ ഒരു VDRL സ്ലൈഡ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഫ്ലോക്കുലേഷൻ, മേളിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതാണ് പ്രോസോൺ ഫിനോമിന എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം അത്ര ഉള്ളൂടെ വളരെ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ സ്പെസിഫിക് ആയിരിക്കും.
അല്ലേ? പിന്നെ അതിൻ്റെ യൂസസ് നമുക്ക് ആൻറ്റിജന് ആൻറ്റിബോഡിയോ എന്ത് വേണേലും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇൻവിട്രോയിൽ ഉള്ളിലും പുറത്തും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അത് അതിൻ്റെ തന്നെ ഒരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റിബോഡിയാണ് റിയാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഒരു റിയാക്ഷൻ നടക്കത്തുള്ളൂ. വേറൊരു ആൻറ്റിബോഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കത്തില്ല. പക്ഷെ ചില ടൈമിൽ നടക്കും, സിമിലാരിറ്റി കാരണം. പിന്നെ സ്റ്റേജസ് ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, സെറോളജിക്കൽ റിയാക്ഷൻ, മെഷർമെൻറ്റ്, പ്രസിപ്പിറ്റേഷൻ എന്താണെന്ന് പഠിച്ചു, ഫ്ലോക്കുലേഷൻ എന്താണെന്ന് പഠിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവരും ഒരുപോലെ പഠിച്ച് നല്ലപോലെ മാർക്ക് വാങ്ങി നല്ലപോലെ പാസ്സാവാൻ കഴിയട്ടെ. അപ്പോൾ താങ്ക് യു.